ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ആട്ട വെച്ച് റെഡിയാക്കി എടുക്കുന്ന ഒരു തന്തൂറൊട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി തന്തൂറൊട്ടി നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മളിത് നോൺ സ്റ്റിക്ക് തവയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഓവനോ അല്ലെങ്കിൽ തന്തൂറോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. 250 ഗ്രാമിൻ്റെ കപ്പിലാണ് കേട്ടോ അളന്നിട്ടുള്ളത്. ഇനി ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടെ വേണം. അപ്പോൾ 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കയ്യിലൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് കൈവച്ച് തന്നെ കുഴയ്ക്കുക കേട്ടോ. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് കൈവച്ച് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ല രീതിക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് സാധാ നോർമൽ വാട്ടറാണ് കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ഉപയോഗിച്ച് നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. മൊത്തത്തിൽ ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് നല്ലൊരു രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടൊന്ന് കിട്ടുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിക്ക് ഞാൻ മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ആ ഒരു മാവൊന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു 5 മിനിറ്റ് നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈവച്ച് ഒന്നിങ്ങനെ ഒന്ന് അടിയിലേക്ക് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നേരെ ഞാൻ ആ ഒരു ബൗളിലോട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് കയ്യിലാക്കിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് മൊത്തത്തിലൊന്നാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതൊരു മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഫോൾഡാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. അത്യാവശ്യം വലിയ ബോൾസ് ആക്കിയിട്ട് തന്നെ എടുക്കണം. കാരണം നമ്മളിത് നല്ല നൈസാക്കിയിട്ടല്ല ഇത് നമ്മൾ പരത്തിയെടുക്കുക, കുറച്ച് കട്ടിക്കാണ് ഇത് പരത്തിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ബോളാക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള ബോളാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊന്ന് ബോളാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു 5 ബോൾസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒരു 2.5 കപ്പ് അളവിൽ മാവെടുത്തതിന് ശേഷം നമുക്ക് 5 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നേരെ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ ഒന്ന് പരത്തിയെടുക്കുക. അത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നൈസാക്കി അങ്ങ് പരത്തരുത്. കുറച്ചൊരു കട്ടിക്ക് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ബോൾ എടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഒന്നിങ്ങനെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിക്കാണ് ഇതിലേക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ചിങ്ങനെ ചെറുതാക്കി ഇതുപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ആ ഒരു മല്ലിയില അതിലിങ്ങനെ പറ്റിപ്പിടിച്ച് നിന്നോളും, അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോളർ വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. ഇനി നമുക്ക് നേരെ ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു തവയിൽ വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊക്കെ കുറച്ച് ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. എന്നാലും ഇതിൽ നല്ല രീതിയിൽ നല്ല കട്ടിയുള്ള ഒരു തവാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നല്ല രീതിക്ക് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ പച്ചവെള്ളം
ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നേരെ നമുക്ക് തവയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കൈ വെച്ച് ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിലിങ്ങനെ നല്ല രീതിക്ക് ഒന്ന് ഒട്ടി നിൽക്കുള്ളൂ. കാരണം നമുക്കിത് നേരെ ഫ്ലെയിമിലേക്ക് കാണിച്ചതൊന്ന് ഇതിൻ്റെ മറ്റേ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ബബിൾസ് വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ഒന്ന് ഫ്ലെയിമിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് മാത്രമേ നമ്മളിതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, വേവാണ്ട് കരിഞ്ഞു പോവും. അങ്ങനെ ആവുകയും ചെയ്യരുത്. എന്നിട്ട് എല്ലാ സൈഡിലേക്കും ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കുക. ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗം കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഒന്നിങ്ങനെ റോൾ ചെയ്ത പോലെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ സൈഡാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓരോ ഭാഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക തീയിലേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ല രീതിക്ക് ഈ ഒരു ഭാഗവും നന്നായിട്ട് തന്നെ ബബിളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ ബബിളായി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം അത്യാവശ്യം ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതുപോലൊരു ചട്ടകം വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ എടുത്ത് മാറ്റുക. അപ്പോൾ അതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഈ ഒരു രീതിക്ക് തന്നെ ചുട്ടെടുക്കുക. നമ്മൾ അടിയിൽ വെള്ളമാക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡിൽ ബബിൾ വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത്, നമ്മൾ ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇത് വേവിച്ചെടുക്കരുത് കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടിട്ട്, അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഇത് നമ്മൾ ചുട്ടെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് വേവാണ്ടായി പോവും. അപ്പോൾ എന്നിട്ട് രണ്ട് സൈഡിലും ഈ മറ്റേ സൈഡ് ഇങ്ങനെ ഒന്ന് മറിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിമിലേക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം നന്നായിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗവും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണല്ലോ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിലൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ 5 റൊട്ടിയും ഈ ഒരു രീതിക്ക് തന്നെ നന്നായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ബട്ടർ കയ്യിലില്ല എന്നാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു സെയിം ടെക്സ്ചറിൽ അതൊരു സെയിം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ മൈദ ഒന്നും യൂസ് ചെയ്യാതെ ആട്ട വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന എന്താ പറയുക, രാത്രിയിൽ ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നന്നായിട്ട് തന്നെ വെന്ത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ബബിളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശം ഒന്നും വേവില്ല, പിന്നെ പുറംഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം ഈ ഒരു രീതിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുകയും ചെയ്താൽ നല്ല അടിപൊളി റൊട്ടി നിങ്ങൾക്ക്, തന്തൂർ റൊട്ടി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.